ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഫുഡ് കൊണ്ടുവന്ന് വെച്ച് കഴിച്ചൊരു സ്ഥലമാണിത്. അപ്പോൾ അത് രാവിലെ തന്നെ നല്ല കാറ്റുണ്ട്. ഇതാ ചെടികളൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള പഴയ അന്താം ബീച്ചിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. ഇവിടെ എന്തോ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം എന്തോ നടന്നിട്ടുണ്ട്, ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ട്. സേവ് ദ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഹായ്, ടപ്പ് ടപ്പെന്ന് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇവർ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടന്നത് ഇവിടെ വെച്ചാൽ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. കായ ഉണ്ടോയെന്ന് നോക്കട്ടെ. നമ്മുടെ ദ്വീപിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഇതാ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് നോനിപ്പഴം. ഈ നോനിപ്പഴം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മളിത് വന്ന് ഇവിടുന്ന് പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്ത സ്മെല്ലാണ് ഇതിന്. പക്ഷേ ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത് ഇത്. പക്ഷെ ഇതിൻ്റെ മണം എന്തോ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അതാ ഇവിടെ ഈ മരം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അവിടെ ലുലു മാളിലൊക്കെ ഇത് വിൽക്കാനിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ല ഇതോ അവിടെയൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. വേണ്ട, ഇതാണ് ചീഞ്ഞഫളം. ഇവർ പറയുന്നത് ചീഞ്ഞഫളം. ഇവിടെയൊക്കെ കുറേ ഗ്ലാസ് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ഗ്ലാസ് ബോട്ടിങ്ങിനായിട്ട് കൊണ്ടുവന്ന ഗ്ലാസ് ബോട്ടുകൾ. പിന്നെ ദാ അവിടെ ചെറിയൊരു ഓടം എല്ലാം ഉണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ ഏറ്റവും അടുത്തെത്തി. ഇതോ അവിടെ കാണുന്നതാണ് എയർപോർട്ട്. ഇനി ഒരിച്ചിരിയും കൂടെ ഇതോ ആ കാണുന്നത്. എയർപോർട്ടിലേക്കുള്ള ജോലിക്കാരൊക്കെ സ്പീഡിൽ പാഞ്ഞു പോകുന്നുണ്ട്. അടിപൊളി 2 ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നേരത്തെ പഴയ അന്താം ബീച്ചായിരുന്നു, ഇപ്പോൾ ഇതില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ ദാ ഇവിടെ ഇരുന്നിട്ട് ഒരു ബാപ്പ ഓല മെടയുന്നത് കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഓല മേഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നില്ലയോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഓല മെടയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ലക്ഷദ്വീപിലും ഇതുപോലെ ഓലയൊക്കെ മേയുന്ന ആൾക്കാരുണ്ട്. ഇത് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടും എടുക്കും, അതുപോലെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങാണല്ലോ, അപ്പോൾ ഓലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയപ്പോൾ കണ്ടത് ദാ ഇവിടെ ഒരാൾ മീൻ വലയിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ മീൻ അവർക്ക് കിട്ടിയെന്ന് നോക്കാം. ഇനി ഇടാൻ പോവാന്നോ? ഇല്ല വേണ്ട. എന്താ മീനാ? കുളുവല്ലേ? ആ കുളുവൽ. ചുമ്മാ ഇവരുടെ വീട്ടിലത്തേക്ക് പിടിച്ചോണ്ട് വന്നതാ. ആ കുളുവൽ ഇപ്പൊ പിടിച്ചോണ്ട് വന്നത്. ഇല്ല വേണ്ട, വീട്ടിൽ കൊണ്ടുപോക്കോ. ഇനി ഒരു ദിവസം നമുക്ക് എടുക്കാം. അതെ ഇല്ല, ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് അങ്ങനൊന്നുമില്ല. അതെ, നിങ്ങൾ കഴിക്കത്തില്ലയോ? എല്ലാം വന്നില്ലയോ? ആ അല്ല, ഇത് കുളുവല്. ഇത് ഈ കാണുന്ന കുളുവല്. ഈ പരന്നിരിക്കുന്ന വെളുത്തത് ഇത് കുളുവല്. ഇത് ഫിയാഡാ. ഫിയാഡാ ഇത് വേറെ ടൈപ്പ് കുളുവല്. കണ്ടോ അതിന്റെ ഷേപ്പ് കണ്ടോ? ഇത് നല്ലതാണ്. ഇല്ല കൊള്ളത്തില്ല, ടേസ്റ്റ് കുറവാണ്. അവിടെ ജീവനുണ്ട്. ചെറുതായിട്ട്. ഇത് എപ്പോ വല ഇട്ടതാ? ഇന്നലെ? അതോ ഇന്ന്? അങ്ങോട്ട് ഇടും, എടുത്തോണ്ട് വന്ന്. നാളെയും പോവോ? ഇന്ന് പോത്തില്ലല്ലോ, ഇന്നത്തെ കഴിഞ്ഞ്. ഇല്ല, രാവിലെ നടക്കാൻ ഇറങ്ങി. ഇത് മെടയാൻ കൊണ്ടുപോകുന്ന പോലെയാന്ന്. ഏതാ? ഇല്ല വേണ്ട.
അറിയില്ല. ഇവിടുത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. കാരണം ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്ന കാണാൻ പറ്റും. അതും പല ടൈപ്പിലുള്ള ഫിഷിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തെങ്ങ് കയറുന്ന ആൾക്കാർ, അതെല്ലാ സമയമല്ല, ഈ തേങ്ങ ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് തെങ്ങ് കയറുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ അവർ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര രസമാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു കിണറായിരുന്നു കേട്ടോ. പിന്നെ ഈ വീട് കണ്ടോ, ഈ വീടെന്ന് പറഞ്ഞാൽ ബീച്ചിനോട് ചേർന്നിരിക്കുന്നൊരു വീട്, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ താമസിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവർ ഈ ഒരു തെങ്ങിലെ തേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ഇളനീര് തന്നിട്ടുണ്ട്. അപ്പം അവിടെ അടുത്ത് തന്നെ തേങ്ങ പൊതിക്കാനുള്ള പാരയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കരിക്ക് പൊട്ടിച്ച് കുടിക്കാൻ വേണ്ടി പോവാം. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മിക്ക വീടുകളിലും ഇതുപോലെ ഇരിക്കാനുള്ള സംഭവം പണിഞ്ഞിട്ടുണ്ട്, തടി കൊണ്ടും പലക കൊണ്ടും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു മടൽ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഇവിടെ അറേബ്യൻ സീ കപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കപ്പലിൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് കുറച്ച് മെഡിസിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലും ഉണ്ടായിരുന്നു, അതായത് നമുക്ക് ഫ്രിഡ്ജിൽ മെഡിസിൻ വന്ന സമയത്ത് നമ്മൾ ഷിപ്പിനകത്ത് കയറിയിട്ട് മെഡിസിൻ എടുക്കാമെന്നായിരുന്നു അന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് നമുക്ക് ഷിപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ഇവർ നമുക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് തരുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഷിപ്പിൽ കയറി കേട്ടോ. നമുക്ക് ഇന്ന് എടുത്തുകൊണ്ട് തരാൻ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഷിപ്പിനകത്ത് കയറി എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവരോട് ചോദിച്ചു എവിടെയാ ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നത്, എവിടെയാ ഹോസ്പിറ്റലിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് വഴി തെറ്റും, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല, ഇതിനകത്ത് എങ്ങോട്ട് പോകണം എവിടെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് തിരിച്ചിറങ്ങി പോകാൻ വഴി അറിയാതെ വരും. അതുകൊണ്ട് നമ്മൾ ഇവരുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയില്ല, ഇവരുടെ കൂടെ തന്നെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് MV അറേബ്യൻ സീ ആണ് കേട്ടോ. MV അറേബ്യൻ സീയുടെ ഉൾഭാഗങ്ങളൊക്കെയാണിത്. അപ്പോൾ നമ്മൾ ഒത്തിരി അകത്തോട്ടൊന്നും പോയില്ല, കാരണം ശരിയാവത്തില്ല പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മുടെ ദീപകാർ അവിടെ നിന്ന് നമ്മളെ ഹായ് കാണിക്കുന്നുണ്ട്. നമുക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടെ ഉള്ളവരെയും വിളിച്ച് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. തിരിച്ച് നമ്മൾ ഷിപ്പിൽ നിന്ന് താഴെ ഇറങ്ങി. ഇവിടെ കാർഗോയിൽ വന്ന സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ ഇറക്കാനുണ്ട്, കാരണം കുറേ ദിവസമായി കപ്പലൊക്കെ വന്നിട്ട് ഇവിടെ പച്ചക്കറി എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇവിടെങ്ങില്ല. അപ്പോൾ ഈ ഷിപ്പിൽ വന്ന് ഇറങ്ങുന്ന സാധനം വന്നിട്ട് വേണം ഇനി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എല്ലാ കടകളിലും കൊണ്ടുപോയിട്ട് നമുക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. 4 മണിക്ക് വന്ന കപ്പലാണ് കേട്ടോ. അപ്പോൾ യാത്രക്കാരൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 മണിയായിട്ടും വെയിൽ കുറയുന്നില്ല കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അധിക സമയം നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം നമ്മളൊന്ന് ജസ്റ്റ് അവിടെ നിന്നതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകാം. നമുക്ക് തെക്ക് പോകാം ചായ കുടിക്കാൻ, കാരണം ഇന്ന് വടക്കുള്ള 2 ഷോപ്പുകളും തുറന്നിട്ടില്ല. അപ്പോൾ നേരെ നമ്മൾ തെക്കോട്ട് വന്നു. ഇത് അന്താം ബീച്ച്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഇവിടെ നല്ല സാൻഡ്വിച്ച് ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വെജ് സാൻഡ്വിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഇന്നും ആ സാൻഡ്വിച്ച് തന്നെ കഴിക്കാൻ വന്നാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ നേരത്തെ അവിടുന്നേ പറഞ്ഞിട്ട് വന്നതാണ് സാൻഡ്വിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ ഇവിടെ വന്നു. നമ്മൾ സാൻഡ്വിച്ചും കോഫിയൊക്കെ പറഞ്ഞു, അതൊക്കെ വന്ന് നമ്മൾ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ലക്ഷദ്വീപ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണിത്. അവരെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുവരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ കാണാം.